മാട്രിക്സ് നീ ഇതേ ഈ ഫുഡിന്റെ മുകളിൽ കയറി ആരെങ്കിലും സീൻ സാധനം. പിന്നെ അക്വാമാനൊക്കെ പറഞ്ഞു കൊല്ലം എന്നെ നോക്കി വെള്ളത്തിൽ ഇവരെവിടെ സീ ഹോൾഡ് ചെയ്ത് നോക്കിയാൽ മാട്രിക്സ് സീ ഹോൾഡ് ചെയ്ത് വിടും. ആ ഞാനത് ഇവിടെ നമ്മൾ സ്പോൺ ആയ ഏരിയയിൽ നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ബ്രോസ്കി നിക്കി അമേസ് ഇത് നോക്ക്, ആ ഇത് കണ്ടോ? എടാ ഇതൊരു മൂവിയില്ലേ അതില് ഒരു മറ്റേ ഇങ്ങനെ പോയി ഓർമ്മ ഫാസ്റ്റ് ഫസീൽ പിണങ്ങി നിൽക്കുന്നത്. അതെ ഹായ് ഹായ്, ഇതാ എന്താ നമ്മുടെ ആദ്യത്തെ ഒരു എന്താ മൈൻക്രാഫ്റ്റ് ജേണി ആയിരിക്കും. എന്താ നമ്മൾ 3 പേരാണ് ഈ ഒരു മൈൻക്രാഫ്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇതില് ഞാനും എനിക്കും വിൽഫറിനും ഏകദേശം മൈൻക്രാഫ്റ്റിന്റെ ബേസ് കാര്യങ്ങളൊക്കെ അറിയാം. ഈ മാട്രിക്സ് ഹോപ്പി എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇതിനകത്ത് ഫുൾ പട്ടി നൂബാണ്. ഈ ഒരു ഗെയിം ജസ്റ്റ് മാത്രം കണ്ടിട്ട് പിടിച്ച് കയറ്റിക്കണാണ്, ഒന്നും അറിയാൻ പാടില്ല. അപ്പോ നമ്മള് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനല്ല, നമ്മൾ ഇതുവരെയും റീൽസ് മാത്രം കണ്ടിട്ടുള്ളൂ. നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് ഗെയിം എങ്ങനെയാണെന്നും ഇതിന്റെ സ്റ്റോറി ഫുള്ള് തീർക്കണമെന്ന് ഈ ജേണി മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കളിച്ച് പോയി എല്ലാ ബേസ് ബിൽഡ് ചെയ്ത് ആർമറൊക്കെ ബിൽഡ് ചെയ്ത് പക്കയായിട്ട് നമ്മൾ ഫൈനലി ആ ഒരു ഈ ഗെയിമിന്റെ ലാസ്റ്റ് ബോസ് ആയിട്ടുള്ള എന്താ പറയാ ഒരു ഡ്രാഗനെ കൊല്ലുക എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പോ അച്ചീവ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. അച്ചീവ്മെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പക്ക ഗെയിം തീർക്കുക, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയാൻ പാടില്ല, നമുക്ക് എല്ലാം നമുക്ക് പോണ വഴിക്ക് പഠിക്കാം. നമ്മൾ വെർഷൻ 1.21.10 ആണ് എടുത്തേക്കണം, ഏകദേശം ലേറ്റസ്റ്റ് വെർഷൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും അവരവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഈ തന്നെയാണ് വിൽഫ്രഡ്. പറയൂ വിൽഫ്രഡ്, എന്താണ് നിന്റെ പേര്? അത്രേ ഉള്ളൂ. ഞാൻ വിൽഫ്രഡ്. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് ഈ നൂബിനെക്കാട്ടിലും അധികം അറിയാം. ഞാനാണ് ഈ ഗ്രൂപ്പിലെ ചബ്ബി ഗൈ. ഓക്കെ. ഓടാൻ മാത്രമേ അറിയുള്ളൂ, അവന് നീന്താൻ പോലും അറിയില്ല. നൂബ് നിനക്ക് പോയി ചത്തൂടെ മാട്രിക്സേ, പോയി ചത്തൂടെ നിനക്ക്. റിപ്പോർട്ട് ചെയ്ത് ചെറിയ ലാഗ്. അതെ ഞാൻ നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാൻ പോവാം. ഓക്കെ എടാ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫുഡ് കളക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സംഭവം സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഫുഡ് എന്താന്ന് അറിയോ? വിൽഫ്രഡ് എവിടെ? ഇങ്ങോട്ട് പറഞ്ഞു. ഫുഡ് എന്താന്നറിയോ? അവിടെ ഒരു ഫുള്ള് മരം വെട്ടി അപ്പോഴാ മോളാവി പ്രോവായ മാട്രിക്സേ, നീ പറ, നിനക്ക് ഫുഡ് എന്താന്നറിയോ? ഇല്ല, ഫുഡ് അറിയില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, തിരിഞ്ഞു നോക്ക്. നിന്നെ കാണുമ്പോ എനിക്ക് വരുന്നതാണ് ഫുഡ്. നിനക്ക് ഹോമോസെക്ഷൽസിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? നീ അവർക്ക് എതിരെയാണെന്നാണോ മാട്രിക്സ് പറയുന്നത്? നീ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആട്ടോ. They have rights, bro. അതെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാം. സ്റ്റാൻഡ് എടുക്കട്ടെ, സ്റ്റാൻഡ് എടുക്കട്ടെ. പോയിന്റ് പറയട്ടെ. എടാ എന്റെ പോയിന്റ് പറയട്ടെ. എന്റെ അളിയാ, നിങ്ങൾ എന്താ കാണിക്കണം? നിങ്ങൾ പകുതി മരം വെട്ടിയിട്ട് ഇട്ടേച്ച് പോവാ. നിങ്ങൾ എന്ത് കാണിക്കണം? നിങ്ങൾ എന്റെ അളിയ ചെറിയ മരം വെട്ട് വലുത് പിടിക്കാൻ പോണ എന്തിനാ? കുറച്ച് ക്രേസി സെന്റൻസ്. ഈ ഫുഡിന്റെ മുകളിൽ കയറി ആരെങ്കിലും എടാ രാത്രിയായി, ഇപ്പൊ മോപ്സ് വരും. ഞാൻ ഭയങ്കര ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന മാട്രിക്സ്. എടാ ഇല്ല അതല്ല ഞാൻ ഉണ്ടല്ലോ
സിനിമാറ്റിക് വെച്ചത് റൗണ്ട് ഇറങ്ങി. ലാസ്റ്റ് ഷോട്ട് വിൽപ്രിന്റ് ആയിരുന്നു. ഇവിടെ മൊത്തം മോബ്സ് ആട്ടോ. ഞാൻ നീന്താൻ പോവാ. ഇതേ പറഞ്ഞടാ സ്പൈഡർ Oh my God. ആർത്തറോ യു മീൻ സ്കെലിറ്റൻ? അനങ്ങാൻ പാടില്ല. അത് ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നു. ഞാൻ അവിടെ വെറുതെ നിക്കല്ലേ. നമ്മൾ അനങ്ങാൻ പാടില്ല. അമേസിനെ നോക്കിയോ പാവം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ട്രാക്കറെ നോക്ക്. അതെ അതെ അളിയാ ഞാൻ മരം കയറാൻ പോവാട്ടോ. നീ എന്താന്ന് വെച്ചാ ചെയ്തു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാ ഒരു 45 ക്രീപ്പർ ഉണ്ട്. ഞാൻ മരത്തിന്റെ മുകളിലാണ്. സിനിമാറ്റിക് ഷോട്ട്. അവിടെ എന്താ ചെയ്യണ്? അവിടെ എടാ എന്നെ കൊല്ലുന്നടാ. എന്നാണ് ഞാൻ പറഞ്ഞ അനങ്ങാൻ പാടില്ല. നമ്മൾ അനങ്ങാണ്ട് നിക്ക്. അപ്പൊ അവരൊന്നും ചെയ്യില്ല. എടാ പോടാ. എന്നെ അക്വാമാനൊക്കെ പറഞ്ഞു എന്നെ നോക്കി വെള്ളത്തിൽ ഡ്രൗണ്ട്. മാട്രിക്സ് എവിടെയാ? ഞാൻ ഈ ട്രീയിൽ എനിക്ക് കാണാം. അനങ്ങാൻ പാടില്ല. അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഈ അക്വാമാൻ എന്ന് പറഞ്ഞാൽ ഡ്രൗണ്ട് ആണ്. ഡ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സോംബി ഡ്രൗൺ ആകുമ്പോ വരുന്നതാണ് ഡ്രൗണ്ട്. ചില സമയത്ത് ഇവര് ട്രൈഡൻസ് ഉണ്ടാവും. ട്രൈഡന്റ് ഒരു വെപ്പൺ ആണ്. ഇവര് അൺഡെഡ് മോബ്സ് ആണ്. മാട്രിക്സ് നിനക്ക് എത്ര ഹാർട്ട് ഉണ്ട്? 4. മാട്രിക്സിന്റെ മേത്ത് 5 മാട്രിക്സിന്റെ കുണ്ടിയിലൊക്കെ 4 ഹാർട്ട്. എന്നോട് ചോദിക്കും മാട്രിക്സേ എനിക്ക് എത്ര ഹാർട്ട് ഉണ്ടെന്ന് ചോദിക്കും. എത്ര ഹാർട്ട് ഉണ്ട്? ഇങ്ങോട്ട് ഇവരെവിടെ? സി ഹോൾഡ് ചെയ്ത് നോക്കിയാ മാട്രിക്സ്. സി ഹോൾഡ് ചെയ്ത് അവിടെ നല്ല പേരല്ലേ? ഇവിടെ നിന്നോ. എടാ മണ്ട എനിക്ക് ഇവിടെ അങ്ങ് നിന്നാ പോരെ. ഇവിടെ കൊള്ളത്തില്ലോ. ഇല്ലടാ മറ്റേ സ്കെലട്ടൻ വന്ന് അമ്പിട് തന്നെ. എടാ ഇത് നോക്ക് നീ. ഞാൻ എന്റെ മുമ്പിൽ പണിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടോ? ഓ അത് സീൻ. ഹായ് 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 ഹായ്. നിനക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്ന് പണിയാൻ പറ്റൂ? ഒത്തിരി പണിയല്ലേ കേട്ടോ. അതിനകത്ത് മോബ്സ് സ്പോൺ ആവും. എടാ ഷിഫ്റ്റ് പ്രസ് ചെയ്യും. ക്രേസി അമേസോൺ ഫയർ. എവിടെ പോവാ? ക്രേസി കേട്ടോ. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ ഭയങ്കര എക്സ്ട്രാ. എല്ലാത്തിനും ഭംഗി വേണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറെ മരം പോയി വെട്ടിയാ പോരെ. ഞാൻ ഒരു വെപ്പൺ ഉണ്ടാക്കാൻ പോവാ. എന്റെ ഒന്നും ഇല്ല. ഗ്രീൻ ഇന്ത്യ സ്വച്ഛ് ഭാരത്. നമ്മള് മരം വെട്ടുമ്പോ മരം പ്ലാന്റ് ചെയ്യണം. മനസ്സിലായി? വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട്. വുഡൻ ആക്സ്, വുഡൻ പിക്കാക്സ്. അളിയാ നീ ഇപ്പൊ എന്തിനാ അത് പൊട്ടിച്ചേ? ആ മുമ്പിൽ ഉണ്ടായിരുന്ന സാധനം നീ എന്തിനാ പൊട്ടിച്ചേ? അല്ല പിന്നെ വേണ്ട. നീ കളിക്കല്ലേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ എടാ എനിക്ക് ഹെൽത്തും ഇല്ല, എനിക്ക് ഫുഡും ഇല്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ചാവട്ടെ. ഞാൻ സൂസൈഡ് ചെയ്യട്ടെ. നമ്മള് സൂസൈഡുകളാവാൻ പാടില്ല.
അതന്നെ അതന്നെ. എന്റെ അളിയ എന്റെ പുറകെ ഒരു 300 ഡ്രൗണ്ടിലുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാനുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് നോക്കി. രാവിലെ അവിടെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ നേരെ ആ ഇതിലിട്ട് കയറി, നീ മറ്റേ മണ്ണിലേക്ക് കയറിക്കും, എല്ലാം കത്തിച്ചാവൂലോ. പിന്നെ റൗണ്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയില്ലേ. എന്റെ അളിയ 1 ഹാർട്ട്. അളിയ ഞാൻ 1 സെക്കൻഡ് നിന്ന് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ചാവും. Where is the sunlight? The Wilfred was slain by drum. My main home is കുറച്ച് ക്രേസി ആയിരുന്നു കേട്ടോ. എടാ എന്റെ ഭയങ്കരമായിട്ട് എനിക്ക് മറ്റേ ബ്ലോക്സ് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്ത് ക്രേസി സാധനം. ക്രേസി ക്രീപ്പർ പൊട്ടിയല്ലോ. എടാ അമേസേ, ഹലോ ഗായ്സ്, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യൂ. ഞാൻ ഭയങ്കര കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ സ്പോൺ ആയ ഏരിയയിൽ നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ എന്നാ കാണിച്ചത്? ബ്രോസ്കി ഇത് കണ്ടോ നീ? ഞാൻ പൊട്ടിക്കുന്ന നിനക്ക് കാണാവോ? കഴിവുണ്ടോ പറഞ്ഞാ പോലെ. ബ്രോസ്കി നിക്ക്, അമേസ് ഇത് നോക്ക്. ഇത് കണ്ടോ? എടാ ഞാൻ ചെയ്ത് നോക്കടാ. അതെ കണ്ടോ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എടാ അമേസ്, എനിക്ക് വർക്ക് ആവണില്ലടാ. മൂവ് ഫോർവേഡ് ചെയ്താലോ? ഇവിടുന്ന് മാറിയാലോ? നമുക്ക് ബേസിക് പരിപാടി നമുക്കിനി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് രാത്രിയെങ്കിലും നമുക്ക് സോംബി അറ്റാക്സിന് രക്ഷപ്പെടണം. അപ്പൊ നമുക്കിനി ഷീപ്പ് കണ്ടുപിടിക്കാനുള്ള അടുത്ത പരിപാടി. നമുക്ക് ബെഡ് വേണം 3 പേർക്ക് കിടക്കാം. ഒരു ബെഡ് ഉണ്ടാക്കാൻ 3 ബോള് വേണം. അപ്പൊ നമുക്ക് മൊത്തം 9 ഷീപ്പ്. അതും വെള്ള തന്നെ കൊല്ലണം. ബ്ലാക്ക് ഒന്നും വന്നിട്ടില്ല, വെള്ള 9 ഷീപ്പിനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി. വെള്ള തന്നെ എന്ന് പറഞ്ഞാൽ ഒരേ കളറില 3 എണ്ണം. ഒരേ കളർ തന്നെയാണ്, നല്ല രസമുള്ളൂ. ബ്ലാക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത റേസസ് ഉണ്ടോ എല്ലാം വൈറ്റ്. അത്ര ഡാർക്ക് അല്ല. ഒരു ബ്ലാക്ക് 2 വൈറ്റ് ആണെങ്കിൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ചെറി ബ്രാഞ്ചസ് കിട്ടിക്കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറി വീഴും. ആ ചെറി കഴിക്കാൻ പറ്റും. സാച്ചുറേഷൻ അത്ര ഇല്ല, പക്ഷെ അത് കഴിക്കാൻ യൂസ് ചെയ്യാം. ജസ്റ്റ് ഹെൽത്ത് ഒന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റും. മാട്രിക്സ് ഇങ്ങനെ എന്നെ കാണിക്കുന്നത് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. ഇങ്ങനെ അതിന് എടാ ഞാൻ ഒരു ഡാർക്ക് ഒരു ഗുഹയിലെത്തി. ബ്രോസ്കി ലേറ്റ് നൈറ്റ് ആവാറായി, ഇതുവരെ എങ്ങും എത്തിയില്ല. അവിടെ എന്റെ അടുത്തേക്ക് വരാവോ? ഞാൻ ഒരു കുഴിഞ്ഞ ഗുഹയിലെത്തി. ഇവിടെ നമുക്കൊരു കുഞ്ഞ് ഉൾഭാഗം ഇങ്ങനെ ഒരു ഇത്. പക്ഷെ നമുക്ക് ബെഡ് വേണ്ടേ? പ്ലെയിൻസ് കിട്ടണ്ടേ? പ്ലെയിൻ ആയിട്ടുള്ള ഭയം കിട്ടണ്ടേ? അവിടെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാം. നിനക്ക് സ്നേഹം ഇല്ലാന്ന് ഒരു വർഷത്തേക്കുള്ള പെട്ടെന്ന് തീരും. ബെറീസിന് അത്ര സാച്ചുറേഷൻ പോരാ കമ്പയർഡ് ടു അതർ സ്റ്റഫ്. ശരി, ഞാൻ വരട്ടെ. ഇന്ന് നമ്മുടെ സഹവാസം ഇവിടെയാണ്. എല്ലാം സെറ്റ്, ടോർച്ച് വരെ സെറ്റ്. ഇന്ന് രാവിലെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യണം. വേറെ ഒരു വഴി. അമേസിന് ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അമേശ 64 പെറിയോ? കാട്ടുവാസിയോ? മൈൻക്രാഫ്റ്റ് ചെയ്തു കൊടുത്തു പോരാ. 64 പറയൊക്കെ പറയോ? ആണോ? ഞാൻ നേരത്തെ വെച്ചോണ്ടിരുന്നപ്പോ ആ ഒരു ഫീച്ചർ ഉണ്ടായില്ല. കോപ്പർ ആർമർ തൊട്ട് കോപ്പർ ടൂൾസ് വരെ പണിയാം. ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പോ കോപ്പർ യൂസ്ലെസ് ആയിരുന്നു. ആകെ കോപ്പർ യൂസ് ചെയ്തോണ്ട് ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയാ. പക്ഷെ അത് മാറി. കോപ്പർ ഓൾമോസ്റ്റ് യൂസ്ലെസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
has made the advancement getting an upgrade. എന്റെ ഗുഡ് Okay. വെപ്പൺസ് മാറി സ്റ്റോൺ വെപ്പൺസ് ആയി. ഇനി കളി മാറി. എനിക്ക് കുറച്ച് കൂട്ടുകാരുള്ള വാവ്. കുറച്ച് കൂട്ടുകാരുള്ള കുറച്ച് പിക്കാക്സിന്റെ ഒക്കെ ആയിരൂടാ. കിട്ടി കിട്ടി. ഓ കൊറച്ചോ നീ എന്ത് ചെയ്യാൻ പോവാ? അത് നീ എന്ത് ചെയ്യാൻ പോവാ? കുറഞ്ഞു വരും. കുറച്ച് pickaxe. അളിയാ അടി അയണ റോ കോപ്പർ നമ്മളെ സ്മെൽറ്റ് വല്ലതും ചെയ്യണോ? ഞാൻ എന്റെ ഇത് ഉണ്ടാക്കണ്ട്. ഞാൻ ഫേണസ് ഉണ്ടാക്കണ്ട്. ഇത് മാറിയിരിക്കോ മാട്രിക്സേ? ഇത് ഫർണസിന്റെ ഭിത്തിയാ. നീ കോള് കളക്ട് ചെയ്തില്ലല്ലോ. ഞാൻ കളക്ട് ചെയ്ത് കുറച്ച്. ഞാൻ എനിക്കും ഉണ്ട് ഇച്ചിരി. 5000 ഒന്നും ഇല്ല, 3 ഉള്ളു. ഒന്ന് പോളെ അവള്. കോപ്പറിന്റെ സാധനം സ്പീഡായി. ക്രേസി. അത് കുറച്ച് ക്രേസി ആയി. ഗായ്സ് ഞാനൊരു സർപ്രൈസ് കാണിക്കട്ടെ. എന്നെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ഒരു 5 ദിവസമായി. ഒരു മിനിറ്റ്. എടാ ഇയാള് ശരിക്കും പറഞ്ഞു ഈ കൗടങ്ങ് എടുത്ത് തേച്ച് അങ്ങനെ പറയുന്നു. എന്നെ ഫോളോ ചെയ്യില്ലേ? ഏതൊരു മൂവിയില്ലേ അതില് ഒരു മറ്റേ ഇങ്ങനെ പോയിക്കുന്നത് ഓർമ്മ ഫാസ്റ്റ് ഫസ്റ്റ് പിണങ്ങി നിൽക്കുന്നത്. അതെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ നിക്കുന്നു? അന്ന് ഞാനും നിൽക്കും. ഞാനും മാട്രിക്സ് ഒരേ സമയത്ത് തിരിഞ്ഞു നോക്കി. ചെക്കിയ ആളിയാ. കോപ്പർ നോക്ക്. കോപ്പർ അറിയില്ല. അളിയ അതിനകത്ത് ഫേർണസും ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ തുമ്പ് എടുക്കാണ്ട് പോവാ. എൻഡർമാന്റെ മുഖത്തേക്ക് മാട്രിക്സേ, എൻഡർമാന്റെ മുഖത്തേക്ക് നോക്കല്ലേ കേട്ടോ. ചത്തു. അതെങ്ങനെ ഐസ് ലോക്കിയാ ചത്തു. ഞാടനടുത്ത് മാറി. വായിന്റെ ഇന്നത്തെ പ്രത്യേകത എന്തായിരുന്നു? ഹാപ്പി ക്രിസ്മസ് ഗായ്സ്. എന്താ പരിപാടി? 5 ആട്. ഒരാടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലായിരുന്നു. അല്ല പക്ഷെ 3 വെള്ളേ ഉള്ളൂ, 1 ബ്ലാക്ക്. ഓ അപ്പൊ നിനക്ക് വെഡിങ്ങുള്ളതായി. നീ അതെടുത്തോ. ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്രിസ്മസ് ആയിട്ട് പരിപാടി. എടാ മോനെ, ഇത് നീ കണ്ടുപിടിച്ച ആടല്ലേ? ഞാൻ അല്ലല്ല ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത്. എന്റെ അളിയാ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇറങ്ങിയതാ. ആ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും വേറെ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയി. വേറെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു അടുത്ത ഫ്രണ്ടിനെ കാണാം. അങ്ങനെ അടുത്ത ഫ്രണ്ടിനെ കാണാൻ പോയി. അടുത്ത ഫ്രണ്ടിനെ കാണാൻ പോയപ്പോ അവൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിരുത്തി. വേറെ ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങള് പിന്നെ ഒറ്റ മൈൻഡ് മൂന്നാർ പോയാലോ എന്നൊക്കെ പ്ലാൻ ചെയ്തു. എന്നിട്ട് അവസാനം ഒരുത്ത അതിന്ന് ഓടിച്ചു. അങ്ങനെ ഓടിച്ചപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങള് ബാക്കി 4 പേര് എന്താണോന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും അടുത്ത ഫ്രണ്ടിന്റെ അടുത്ത് വന്നത്. അങ്ങനെ അടുത്ത ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അങ്ങനെ വണ്ടി നിറച്ച ആൾക്കാരായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്രിസ്മസ് ഒക്കെ അല്ലേ, ആഘോഷിക്കണ്ടേ എന്നും പറഞ്ഞ്
ഇവന്മാരെല്ലാരും കൂടെ ബിയർ മേടിക്കാൻ പോയി. ഇവന്മാരെല്ലാം കൂടെ ബിയർ മേടിക്കാൻ പോയപ്പോഴത്തേക്കും അതിലെന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ ഞങ്ങളുടെ മുമ്പിൽ കൂടെ കാറി പോയി. ഞാൻ ആ പുള്ളിനെ കാണാൻ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ ഹോൺ അടിച്ചു. പുള്ളി മൈൻഡ് ചെയ്തില്ല. പുള്ളി സ്പീഡ് കൂട്ടിപ്പോയി. എന്നിട്ട് പുള്ളിയുടെ പുറകെ പോയി ഞാൻ വീട്ടിലെത്തിയിട്ട് പുള്ളിയോട് ചോദിച്ചു ഇതിന് ഇത്ര സ്പീഡ് ഓടിച്ചെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാ ഏതോ നായിന്റെ മോൻ എന്നെ ഫോളോ ചെയ്ത് ഹോൺ അടിക്കായിരുന്നു. ഞാൻ പറഞ്ഞു സത്ത്. എന്നിട്ട് പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം പിന്നെ ആ കൂട്ടുകാരന്റെ അപ്പനും എല്ലാരും കൂടി ഇരുന്ന് വെള്ളം അടിച്ചു. ഞാൻ കുടിക്കില്ല, ഞാൻ ഇതുവരെ കുടിച്ചിട്ടുമില്ല വലിച്ചിട്ടുമില്ല. ഐ എം എ ക്ലീൻ ഗായ്. അപ്പൊ അമേസിന്റെ ക്രിസ്മസ് എങ്ങനെയാണ്? എന്റെ ക്രിസ്മസ് പറയാനില്ല. പണ്ട് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു മാസമായിട്ട് ബെഡ് റെസ്റ്റാ. അതുകൊണ്ട് ക്രിസ്മസ് വണ്ടിക്ക് എങ്ങനെയുണ്ട്? നിനക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. വണ്ടിക്ക് സീനൊന്നുമില്ല. വണ്ടി ഇപ്പൊ ഇൻഷുറൻസിന് കയറ്റി ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ളൂ. സൂപ്പർവൈസറൊക്കെ പോയി നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് പണി സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ഫുള്ള് സ്റ്റിച്ചാ കാലില്ല. അപ്പൊ ബെഡിലും ഇനിയിപ്പോ വേണോന്നുണ്ടെങ്കിൽ നീ നിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് വേണോന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം പറയാം. വലിയ സീനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ക്രിസ്മസ് മറ്റേ പ്ലം കേക്ക് നമ്മുടെ എല്ലാ പ്രാവശ്യം മേടിക്കും വീട്ടിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി പ്ലം കേക്ക് ഉണ്ടാക്കി വീട്ടില്. സീനായിരുന്നു. അതിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു അര കേക്ക് തന്നു. ഉള്ള കാര്യം പറയാലോ, ഒരര കേക്ക് എന്ന് പറയുമ്പോ അര കേക്ക് കേക്ക് ഒരെണ്ണം ഉണ്ടാക്കിയില്ല, മൊത്തം വലുത്. ആ കേക്കിന്റെ അര കേക്ക് ഫുൾ മൊത്തം നട്ട്സും പ്ലമും അതൊക്കെ ഇട്ട് സീൻ കേക്കായിരുന്നു. കൊറേ തന്നിട്ട്. പിന്നെ എന്റെ വീട്ടില് മറ്റേ കരോടൊക്കെ വന്നു. ഓ ബ്രോസ്കി അറിഞ്ഞില്ലേ? ഇല്ല. കരോള് കുറച്ച് സീനായിരുന്നു, കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. എന്നാ പറ്റി? ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നോണ്ട്. കരോളിന് ഇറങ്ങിയ കുറച്ച് പിള്ളേരെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു കരോളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നാട്ടുകാര് ചോദിച്ചു തന്നപ്പോ പോലീസ് പറഞ്ഞു പിള്ളേര് വെള്ളം അടിച്ചിട്ടാണ് പോലീസ് പിടിച്ചോണ്ട് പോയത്. പക്ഷെ പിടിച്ച പിള്ളേർക്ക് 9 വയസ്സും 10 വയസ്സും. അതടിക്കും, പക്ഷെ പിടിച്ചോണ്ട് പോയത് 9 വയസ്സും 10 വയസ്സും 13 വയസ്സുള്ള പിള്ളേരെ. അവരൊക്കെ കള്ളുപിടിച്ചിട്ടാ കരോളിന് ഇറങ്ങിയെന്ന് പറയുമ്പോ അതിനകത്ത് ഭയങ്കര എന്തോ ഒരു പൊളിറ്റിക്സ് മണക്കുന്നില്ലേ? നമ്മുടെ കേരളത്തിന്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ടു ബി ഫ്രാങ്ക്, ഇന്ത്യയുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി ആണ്. അപ്പൊ ആ കൺട്രിയിലോട്ട് എല്ലാ മതങ്ങളുള്ള ഒരു കൺട്രിയാണ്. ആ കൺട്രിയിലോട്ട് മതം ഒരു പ്രശ്നമാക്കി മാറ്റുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഇപ്പോ ക്രിസ്ത്യൻസ് ഇത് ആഘോഷിക്കരുത് എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ മതത്തിനും റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. ഹിന്ദുസിനും വെക്കേണ്ടി വരും, മുസ്ലിംസിന് വെക്കേണ്ടി വരും, സിഖിന് വെക്കേണ്ടി വരും. എല്ലാ മതത്തിനും റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദുസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാൻസിലും ന്യൂസിലൻഡിലൊക്കെ ഇവര് പോയിട്ട് എന്താ ചെയ്യുന്നത്? റോഡ്സ് ബ്ലോക്ക് ചെയ്യുന്നു, ഷോപ്സിന്റെ മുമ്പിൽ തേങ്ങ പൊട്ടിക്കുന്നു. അപ്പൊ ഒരു മെജോറിറ്റി ക്രിസ്ത്യൻ നേഷൻ എല്ലാ ഹിന്ദുസിനെയും പുറത്ത് ആക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കംബാക്ക് എന്തായിരിക്കും? ഇന്ത്യക്ക് അതിലൊരു വാക്ക് കാണൂല. കാരണം ടു ബി ഫ്രാങ്ക്, ഇന്ത്യ അത് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ അടുത്ത്. അപ്പൊ ഇന്ത്യക്ക് എന്ത് പറയാൻ പറ്റും? ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. അതപ്പോ സഹിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഇപ്പോ പൊളിറ്റിക്സിന് ശേഷം ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു, ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. വെൽക്കം ടു ദി ലേറ്റ് പാർട്ടി ബ്രോ. ഞാൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ കേട്ടാണല്ലോ. നമ്മളെ ക്രിസ്മസ് നിങ്ങൾ എന്താ എനിക്ക് സ്റ്റാർ ആയിട്ട് നീ ഭയങ്കര ദൂരെയായോണ്ടാ. നീ അടുത്തേക്ക് വരുമ്പോ പറഞ്ഞു.
പറഞ്ഞോ. ബ്രോസ്കി എടാ മാട്രിക്സേ രാത്രി പറഞ്ഞോടാ. രാത്രി അടുത്തേക്ക് ഇതിന്റെ ഇതാ വന്നെ. ജോയിൻ ആവല്ലാരും. ഓ ഷിറ്റ് രാത്രി ഞാൻ വിൽപ്പണ്ട അടുത്തുണ്ട്. എന്റെ നീ ബെഡ് ഉണ്ടാക്കണ പേടിക്കണ്ട, എന്റെ ബെഡ് ഉണ്ട്, യു ഡോണ്ട് വറി. എടാ നീ പെട്ടെന്നൊരു ഓ സെറ്റ്. ഒരു ചെറിയ റൂം പോലെ. എവിടെ വരെയാടാ പോയെ? അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, നീ പെട്ടെന്ന് വരും. വോട്ട് ഇതെന്നാ ഒരു ലൈറ്റ് ഉള്ള ട്രീ ഒക്കെ? അത് പിന്നെ പറഞ്ഞാ പോരെ നിനക്ക്. മതി മതി മതി. ഞാൻ വന്നോണ്ടിരിക്കുക, വന്ന വഴി കണ്ടാ അല്ലടാ, അത് ഒരു പ്ലാന്റ് ആണ്. അതായത് അതിന്റെ അടുത്ത് നീ പോയി നിൽക്കുമ്പോഴേ പാർട്ടിക്കിൾസ് വരും. മറ്റേ ഫയർഫ്ലൈസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫയർഫ്ലൈസ്, ആ പാർട്ടിക്കിൾസ് വരും. നല്ല രസമാണ്. മാട്രിക്സ് നീ നീ ഇപ്പഴും സ്റ്റാറാ എന്റെ പൊന്നളിയാ. ഇപ്പോഴും സ്റ്റാറാ. നിങ്ങൾ എവിടെയാണ് പോയി ഉണ്ടാക്കി? അമേശേ നീ അകത്തേറ്. ബ്രോ ഈ പ്ലാനെ പൊളിച്ച് വീട്ടിൽ ഇടാൻ പറ്റുമോ? പറ്റും. നീ അത് അകത്ത് കയറ്. All these years singing in the starlight. All these years scenes ആണ്. മൂടിക്ക് നൈസ് ആയിരിക്കും കാണാൻ. ഒന്ന് മൂടിക്ക്. ടോർച്ച് പൊളി. അയ്യോ സോറിടാ, അറിയാണ്ട് പറ്റിയത്. മൊത്തം കേട്ടോ. മിയാൻ വിൽഫ്രഡ് ഇൻ ലവ് ഉള്ള കാര്യം പറയാലോ. പക്ക അത്രേ ഉള്ളൂ. ഓർമ്മ തന്നെ, ബാക്കി വരാതെ തന്നെ. ഇല്ല വരൂടാ, നീ എന്റെ സ്ഥലത്ത് ഒന്ന് നോക്കി. ഇവിടെ ഉണ്ടല്ലോ കൊറേ. മാട്രിക്സ് ഓടി വാടാ മോനെ. ഓടി തള്ളു. ഇങ്ങോട്ട് വാ അവൻ വരട്ടെ. ഇപ്പൊ വേണ്ട സാധനം കുറച്ചൊക്കെ സ്പേസ് ഇല്ലാന്നുണ്ടെന്ന് തോന്നുന്നു. കുഴിയിലൊന്നും പോയല്ലേ? താഴെ വീണ്. ഹൈ റേഞ്ചോ? എടാ ആ പാട മഞ്ഞുണ്ടോ? പക്ഷെ വീടിന്റെ പുറത്തല്ല, പുറത്താ. ക്രേസി. എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഷെയ്ഡേഴ്സ്. ഞാൻ ഷെയ്ഡേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാട്ടോ ഗൈസ് ഇതിന് ശേഷം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വർക്ക് ആവുന്നു. ഫയർഫ്ലൈസ് ഉണ്ടോ ഇവിടെ? സീനല്ലേ? ഇങ്ങോട്ട് കേറാ പോരെ. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇതെന്താ സംഭവം? എടാ അമേസ് നിന്റെ വേറെ ബെഡില്ലേടാ? എന്റെ മൊത്തം പൂള ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ കിടന്നു. ഞാനും ആണോ? പോയിട്ടാണ് ഞാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് എന്തെങ്കിലും ഉണ്ടോ? സ്പേസ് അങ്ങനെയല്ല, എന്റെ നിക്കുന്ന ആള് പ്ലെയിൻസ്. എടാ ഇവര് ബേൺ ആവില്ലേ? ഇല്ല, സ്പൈഡറും ക്രീപ്പറും ബേൺ ആവില്ല. സോംബീസും സ്കെൽറ്റൻസും മാത്രമേ ബേൺ ആവൂ. ഏരിയ മാത്രമേ ഉള്ളൂ ഈ പ്ലെയിൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ടെമ്പററി ആയിട്ട് ഈ പ്ലെയിൻസ് നല്ലതായിരിക്കും. ഇയാളുടെ ഹെൽത്ത് ഞാൻ നൈസ് ചെറിയ അയച്ചോണ്ടിരിക്കുക ഹെൽത്ത് കൂട്ടാൻ വേണ്ടി. അവിടുത്തെ റോഡ് ഒറ്റയടി. ബാക്കി ടുമോറോ. ഓക്കെ മാട്രിക്സ് എവിടെ വരെ ഞാൻ
നീ ആ ബെഡിൽ തന്നെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തെന്നുള്ള അഷ്യൂർ കേട്ടോ. കേട്ടോ റീസ്പോൺ പോയിന്റ് സെറ്റ്. ഓക്കെ ഓക്കെ ഗായ്സ്, ബാക്കി നാളെ. ഓക്കെ ബൈ ഗൈസ്.